ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യണേൻ്റെ അപ്പോൾ ഒരു ടിപ്സും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്ളോഗ് ചെയ്തത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. അപ്പോൾ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നോമ്പ് പറഞ്ഞിട്ട് തണുത്ത വെള്ളം കുടിച്ചിട്ടാണത്. അപ്പോൾ വേറൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് നടുവേദന ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നടുവേദന പല തരത്തിലുണ്ട്. നീർക്കെട്ടുള്ളവർക്കുണ്ടാവും, അതൊക്കെ പെട്ടെന്ന് മാറും. പക്ഷേ ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള നടുവേദന ഉള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ഉള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും കുറച്ച് കാലമായിട്ട് നടുവേദന ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഡിസ്ക് സംബന്ധമായിട്ടുള്ള നടുവേദന തന്നെയാണ്, ഡിസ്ക് ബൾജാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അറിവാണ് ഞാൻ ഈ ഷെയർ ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് എങ്ങനെ നടുവേദന അനുഭവപ്പെട്ടതെന്ന് ഞാൻ അറിയിച്ചു തരാം. ആദ്യം എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴൊന്നും ആദ്യമൊന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ ഇതിങ്ങനെ തുടങ്ങിയ സമയത്താണ് എനിക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ, ഇങ്ങനെ ബാക്ക് പെയിനൊക്കെ തുടങ്ങിയത്. ബാക്ക് പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പോയി കിടക്കും, അപ്പോൾ മാറും. വീണ്ടും പണിയെടുക്കും, പിന്നെ അങ്ങനെ ഉണ്ടാവും, പിന്നെ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഇത് കാലിലേക്ക് പടർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഡോക്ടറെ കാണിച്ചത് കേട്ടോ. കാലുവേദന തുടങ്ങി, കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊരവസ്ഥ, പിന്നെ കാല് കുളത്തി പിടിക്കുക, കാല് കുളത്തി പിടിച്ചിട്ട് വീഴാൻ പോവുക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയായി. അത് കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും കുനിഞ്ഞ് നിന്നിട്ട് നമ്മൾ എല്ലാം മുറ്റടിക്കുക, അടിച്ചു വരിക, ബാത്റൂം കഴുകുക, അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെയാണ് ഉണ്ടാകാറ്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നില്ല, അതെന്താണെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്, എനിക്ക് ബാക്ക് പെയിൻ ഇതൊക്കെ ഉള്ളപ്പോൾ വിചാരിച്ചത് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് ചെയ്താണ് കുട്ടികളിലാണ്ട് 15 വർഷം കഴിഞ്ഞ കുട്ടികളുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മരുന്നിൻ്റെ എഫക്റ്റോട്ടോ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഈ കാലുമേൽക്ക് പടർന്നപ്പോഴാണ് ഞാനിത് കാല് കുളത്തിയിട്ട് വീഴാൻ പോവുക, കാല് നിലത്ത് കുത്താൻ പറ്റാത്തൊക്കെ അവസ്ഥയായപ്പോഴാണ് ഞാനിത് ഡോക്ടറെ കാണിക്കാൻ പോയത്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ എക്സ്റേ ഒക്കെ എഴുതി. എക്സ്റേ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് ഡിസ്ക് ബൾജാണ്, ഡിസ്കിന് തേയ്മാനാണ് നിങ്ങളുടെ പറഞ്ഞു. അപ്പോൾ കുനിഞ്ഞിട്ടുള്ള പണികളൊന്നും അധികം ചെയ്യരുത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, നമ്മളിപ്പോൾ എന്താണെങ്കിലും നമ്മളെ വീട്ടിലെ പണികൾ ചെയ്യാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ചെയ്യും എങ്ങനെയെങ്കിലുമൊക്കെ. അപ്പോൾ വീണ്ടും ഇത് അധികമായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റിലൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്, ഞാൻ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അപ്പോൾ തിരിച്ചു പോകണം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവർ ഗുളിക എഴുതി തന്നു. പക്ഷേ ആ ഗുളിക കഴിച്ചപ്പോൾ മുഴുവൻ എനിക്ക് ക്ഷീണമായിരുന്നു. ഒരു ഞരമ്പിനെ തളർത്തും പോലുള്ളൊരു എന്തോ ഒരു ഗുളിക പോലെ എനിക്ക് തോന്നിയത്. രാവിലെ എഴുന്നേറ്റാലൊന്നൊരു ഉഷാറില്ലാണ്ട് ഭയങ്കര തളർച്ചയും കുഴക്കൊക്കെ. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ തന്നെ പറഞ്ഞത് 3 മാസം ബെഡ് റെസ്റ്റ് കിടക്കണം, ഈ കിഴി കെട്ടിയിട്ടൊക്കെ 3 മാസം കിടക്കണം പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ കിടന്നാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനും ഞാൻ തയ്യാറായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അലക്കണീന് പകരം വാഷിംഗ് മെഷീൻ വാങ്ങി, കുറച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചെറിയ ചെറിയ പണികളല്ലേ ഉള്ളൂ, അതൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും അതങ്ങനെ പോയി. പിന്നീട് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഡെലിവറി സമയത്ത് സിസേറിയൻ വേണം പറഞ്ഞു. സിസേറിയൻ വേണമെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ അനസ്തേഷ്യ തരണം. അപ്പോൾ ഈ അനസ്തേഷ്യ തരിക ഒന്നുമില്ലെങ്കിൽ നടുവിന്, അല്ലെങ്കിൽ മൊത്തമായിട്ട് ബോധം കെടുക്കുക, അങ്ങനെയൊക്കെയാണ്. നടുവിനാണെങ്കിൽ നമുക്ക് അരക്കുന്ന കീഴ്പോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോധം പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡിസ്കിൻ്റെ പ്രശ്നമുള്ളതാണ്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അധികമായിട്ടൊന്നും വരില്ല എന്നൊക്കെ അവർ പറഞ്ഞത്. പിന്നെ മൊത്തത്തിൽ ബോധം പോയാൽ നമുക്ക് കുട്ടികളൊന്നും കാണാനും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്താ ഈ നടുവിന് തന്നെ ആയിക്കോട്ടെ, അതാകുമ്പോൾ ബോധം പോകുന്നില്ല, നമുക്ക് ബോധമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് നടുവിന് ഇഞ്ചക്ഷൻ ചെയ്തത് അനസ്തേഷ്യയുടെ.
നടുവിൻ്റെ ഇഞ്ചക്ഷൻ എങ്ങനെയെന്ന് സിസേറിയൻ കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ കഴിയും. കാരണം അവർ നമ്മളെ ചെരിച്ച് കടത്തിയിട്ട് കാലിൻ്റെ മുട്ട് മുഖത്തോടൊപ്പം കുനിച്ച് വെക്കും. എന്നിട്ടാണ് നടുവിന് ഇഞ്ചക്ഷൻ വെക്കുക. അപ്പോൾ അത്രയും ഭാഗം നമ്മളെ കുനിഞ്ഞിട്ട് അത്രത്തോളം കുനിയും. അത്രത്തോളം കുനിച്ച് കിടത്തിയിട്ടാണ് നമ്മൾ ആ ഇഞ്ചക്ഷൻ വെക്കുക. അപ്പം നമ്മൾ ഈ കുനിയും തോറും നമ്മളെ ഡിസ്ക് പുറത്തേക്ക് തള്ളി വരും. അപ്പോഴാണ് നമുക്ക് ഈ ഞരമ്പിന് പ്രഷർ വരിക. നമ്മളെ രക്തക്കുഴലുകൾക്കൊക്കെ കാലുമേൽക്കുള്ള രക്തക്കുഴലുകൾക്ക് പ്രഷർ കൊണ്ട് രക്തക്കുഴലുകളൊക്കെ ജാമാവും. അങ്ങനെയാണ് കാലുമേൽക്കുള്ള രക്തോട്ടം നിൽക്കുക, കാലിന് തരിപ്പ് വരിക, കാല് കുടത്തി പിടിക്കുക, വീഴാൻ പോവുക, സ്ലിപ്പാവുക, അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ തീരെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. നടക്കാൻ ബാത്റൂമിലേക്ക് പോകാൻ വയ്യ. റൂമിലാണെങ്കിലും റൂമിലെ ബാത്റൂമിലേക്കൊന്നും പോകാനൊന്നും കഴിയണില്ല. കുട്ടിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനോ തിരിഞ്ഞെടുക്കാനോ ഒന്നിനും കഴിയണില്ല. പാൽ കൊടുക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായി. പിന്നെ സ്റ്റിച്ച് ഉണങ്ങാണ്ട് നമുക്ക് അവരൊരു ബെൽറ്റ് തന്നിരുന്നു, അത് ഇടാനൊക്കെ പേടിയായിരുന്നു. അപ്പോൾ സ്റ്റിച്ച് കുറച്ചൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ബെൽറ്റ് ഇട്ട് നോക്കി. അപ്പോഴും ഇതിനൊരു കുറവുമില്ല. ഈ നടുവേദനക്കും കാലുവേദനക്കും ഒന്നും ഒരു കുറവുമില്ല. പിന്നെ സ്റ്റിച്ച് കുറേയൊക്കെ ഉണങ്ങിയെന്ന് കണ്ടപ്പോഴാണ് ഞാൻ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് അര നല്ല മുറുക്കെ കെട്ടി. ഈ അര മുറുക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുതൽ എനിക്ക് ചെറിയ മാറ്റങ്ങൾ തുടങ്ങി. കാല് നടക്കാനും കുട്ടീനെ എടുക്കണതിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥകളൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പം ഞാനത് കുറച്ച് ദിവസം അങ്ങനെ നമുക്ക് പ്രസവിച്ച എന്തായാലും കെട്ടണമല്ലോ. അപ്പം അങ്ങനെ കുറച്ച് ദിവസം അതങ്ങനെ കെട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങനെ മാറി. എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു കുഴപ്പം ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ അനുഭവപ്പെട്ടിട്ടില്ല കുറേ ദിവസത്തേക്ക്. പിന്നെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ജോലി ചെയ്യുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് കൂടുതലായിട്ട് ജോലി വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യല്ലേ എപ്പോഴും. അപ്പോൾ അഥവാ ചെറുതായിട്ട് എനിക്ക് എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു കോട്ടൻ്റെ ഷാൾ എടുത്തിട്ട് നല്ലോണം കെട്ടും. നമ്മളെ കോട്ടൻ്റെ ഷാൾ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളെ അരയിൽ നല്ലോണം മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെയാണ് മാറും. കുറച്ച് ദിവസം കെട്ടണവർക്ക് അങ്ങനെ കെട്ടിയാൽ കുറേ ആശ്വാസം ഉണ്ടാകും. അല്ല ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കെട്ടിയാൽ തന്നെ അതിൻ്റെ ഒരു റിലീഫ് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലാതെ ഇതിന് എത്ര മരുന്ന് കഴിച്ചാലും അങ്ങനെ മുഴുവനായിട്ടും മാറണൊരു അസുഖം നല്ലത്. പിന്നെ ഡോക്ടറെ എക്സസൈസിനൊക്കെ തന്നിരുന്നത്. എക്സസൈസൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. എന്നിട്ടും എനിക്ക് ഇത്ര കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എക്സസൈസ് കുറേ ആൾക്കാർക്ക് കുറച്ചൊക്കെ ആൾക്കാർക്ക് കുറച്ചൊക്കെ റിലീഫ് ആക്കുന്നുണ്ട്. എന്നാലും ഇത്രത്തോളം ആശ്വാസമൊന്നും എക്സസൈസൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിതിങ്ങനെ അരമുറുക്ക കെട്ടുമ്പോൾ, അര പറഞ്ഞാൽ നമ്മൾ നടുവിനാണല്ലോ കെട്ടുക, അങ്ങനെ മുറുക്ക കെട്ടുമ്പോൾ അതിൻ്റെ ഡിസ്ക് ചിലപ്പോൾ ഉള്ളിലേക്ക് തന്നെ തള്ളി പോകുന്നുണ്ടാവും. ഡിസ്ക് പുറത്തേക്ക് തള്ളുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ മുറുക്ക കെട്ടിയിട്ട് നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നിൽക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇതിങ്ങനെ കെട്ടുമ്പോൾ ചിലപ്പോൾ ഡിസ്ക് ഉള്ളിലേക്ക് തള്ളിപ്പോകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് നമ്മൾ 3 മാസം കിഴിയെട്ടി കിടക്കണം പറഞ്ഞു. അങ്ങനെ കിടന്നാലും ഇത് മുഴുവനായിട്ടും മാറുന്നില്ല. ഇതിനൊരു ആശ്വാസം ഉണ്ടാവും തന്നെ ഉള്ളൂ. അപ്പോഴും നമ്മൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നടക്കൽ തുടങ്ങുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. നല്ലോണം കുനിഞ്ഞ് പണിയെടുക്കാനും പറ്റില്ല. അപ്പോഴും നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഇരുന്നിട്ട്, കുനിയണതിന് പകരം ഇരുന്നിട്ട് എടുക്കണം എന്നൊക്കെ അവർ പറയുക. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലതാണ് എനിക്ക് ഈ ഒരു മാർഗ്ഗം എന്ന് തോന്നി. ഞാനിപ്പോൾ അതാ ചെയ്ത്. അപ്പോൾ എനിക്ക് ലോവർ ഡിസ്കിനാണ് കേട്ടോ പ്രശ്നം ഉണ്ടായിരുന്നത്. ലോവർ ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കണവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ, ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അത് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്നൊരു അഭിപ്രായം പറയുന്നുണ്ടോ. എനിക്ക് നല്ല സക്സസ്ഫുള്ളാണ്. നിങ്ങളൊക്കെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ചെയ്തിട്ടോ. കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് ഇറച്ചിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് കുറേ വിചാരിക്കണം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുച്ചെങ്കിൽ ഉപകാരപ്പെടട്ടെ.
പിന്നെ നടുവേദന വന്നവർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്താണെന്നൊക്കെ അനുഭവം അറിയുള്ളൂ. അത് പറഞ്ഞറിയിച്ചാൽ അറിയണ ഒരു സംഭവമൊന്നുമല്ല. അതൊക്കെ വന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ നോമ്പർ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അസ്സലാമു അലൈക്കും.